like a Hellcat. Hello, welcome to Job Story World. Today we are going to study the next chapter named as Mikali. Before moving to the chapter, if you're visiting my channel for the first time, try to consider subscribing it. Don't forget to comment, like and share. When you subscribe my channel, don't forget to push the bell button too. Here you can see it's a haiku. What is haiku? Haiku an unrhymed verse form in 3 lines. It is Japanese origin. അപ്പോൾ ജപ്പാൻകാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള കുട്ടി കവിതകളാണ്. നമ്മൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞുണ്ണി മാഷ് വളരെ ചെറിയ കവിതകളിലൂടെ വളരെയധികം ആളുകളെ കാര്യങ്ങൾ വളരെ ഗഹനമായ കാര്യങ്ങൾ പഠിപ്പിച്ച മഹനീയമായ ഒരു വ്യക്തിത്വമായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെത്. അപ്പോൾ അതുപോലെ ഒരു ചെറിയ കുട്ടി കവിതകളാണ് ഈ ജാപ്പനീസ് ഒറിജിൻ ഉള്ളതാണ്. അതിനെ ഹെയ്ക്കു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിലൊരെണ്ണമാണ് നമ്മളുടെ ഈ പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് പഠിച്ച് നോക്കാം. റീഡ് ദ ഹെയ്ക്കു ഗിവൺ ബിലോ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ലൈറ്റിംഗ് one candle with another candle spring evening. അപ്പോൾ ഒരു മെഴുകുതിരിയിൽ നിന്ന് അടുത്ത മെഴുകുതിരിയിലേക്ക് തിരിനാളം കൊടുത്ത് അതിങ്ങനെ പടർന്ന് ഒരു വലിയ പ്രകാശമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ചെറിയ നന്മ പ്രവൃത്തി ലോകത്തിനാകെ മാതൃകയായി മാറും എന്നുള്ളതാണ്. റോബർട്ട് ഹാസ് ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. റീഡ് ആൻഡ് റിഫ്ലക്ട്. ഹെൽപ്പിംഗ് ഈച്ച് അതർ ആൻഡ് എംപതൈസിംഗ് വിത്ത് ദ സഫറിങ്സ് ഓഫ് അവർ ഫെലോ ബീയിങ്സ് will help us create a world of peace and love. But do we always nurture such values in our life? മറ്റുള്ളവരെ സഹായിക്കുക, അവരോട് സഹതാപം പുലർത്തുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതാണോ? നമ്മൾ അത്തരത്തിൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ പരിവപ്പെടുത്തി എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എഴുതിയത് ലിലിക നക്കോസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയാണ്. ഈ പാഠഭാഗത്തിൻ്റെ പേര് മെറ്റേണിറ്റി എന്നാണ്. മെറ്റേണിറ്റി എന്നാൽ മാതൃത്വം എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വെയർ അറ്റ് മാർസെയിലസ്. അപ്പോൾ മാർസെയിലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ ഒരു മാസത്തിലേറെയായി താമസിക്കും. ദ ക്യാമ്പ് ഓഫ് അർമീനിയൻ റെഫ്യൂജീസ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ ഓൾറെഡി ലുക്ക്ഡ് ലൈക്ക് എ സ്മോൾ വില്ലേജ്. അപ്പോൾ അർമേനിയൻ വംശജരായിട്ടുള്ള ആളുകളുടെ ഒരു ക്യാമ്പാണ് ഉള്ളത്. നമുക്കറിയാം, യുദ്ധങ്ങളുണ്ടാകുമ്പോൾ, കലാപങ്ങളുണ്ടാകുമ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ പലായനം ചെയ്യുന്ന ആളുകൾ, അവർക്ക് വീടില്ല, സ്ഥലമില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, താമസ സൗകര്യങ്ങളില്ല. അവരിങ്ങനെ അവർക്ക് എവിടെയാണോ ഏറ്റവും തുറസായ സ്ഥലമുള്ളത് ആ തുറസായ സ്ഥലത്ത് അവർ തമ്പടിക്കുകയാണ്. വെറുതെ ടെൻറ്റുകൾ കെട്ടിയും അല്ലാതെയും ഒക്കെ അവർ തമ്പടിക്കുക. ഇവിടെ ഒരു അർമേനിയൻ റെഫ്യൂജി ക്യാമ്പാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടം ഒരു സ്മോൾ വില്ലേജ് പോലെ തന്നെ ആയിരിക്കുകയാണ്. ദേ ഹാഡ് സെറ്റിൽഡ് ഡൗൺ ഇൻ എനി വേ ദേ കുഡ്. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ അവിടെ സെറ്റിലാകാമോ ആ രീതിയിലെല്ലാം അവർ സെറ്റിലായിരിക്കുകയാണ്. ദ റിച്ചസ്റ്റ് അണ്ടർ ടെൻസ്. അതിനകത്ത് പണമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ടെൻറ്റ് കെട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം പണമുള്ളവൻ്റെ അർത്ഥം, പണമുണ്ട് എന്നുള്ളത് അർത്ഥമാക്കുന്നത് ടെൻറ്റ് കെട്ടി അതിനകത്ത് താമസിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദ അതേഴ്സ് ഇൻ ദ റൂയിൻഡ് ഷെഡ്സ്. ബാക്കിയുള്ളവരെല്ലാം തകർക്കപ്പെട്ട ഷെഡിലാണ് താമസിക്കുന്നത്. ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് ഹാവിങ് ഫൗണ്ട് നത്തിങ് ബെറ്റർ. അപ്പം ഭൂരിഭാഗം റെഫ്യൂജീസും അതൊന്നും ബെറ്റൊന്നും അവർക്ക് കിട്ടാനേ ഇല്ല. വെയർ ഷെൽറ്റേഡ് അണ്ടർ കാർപ്പറ്റ്സ്. അവരെല്ലാം എന്താണ്? അവർ കാർപ്പറ്റിൻ്റെ അടിയിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെയാണ് അവർ കിടക്കുന്നത്. ഹെൽഡ് അപ്പ് അറ്റ് ദ 4 കോർണേഴ്സ് ബൈ സ്റ്റിക്സ്. അപ്പോൾ കാർപ്പറ്റുകളെല്ലാം എടുത്ത് 4 കാലുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ എങ്ങനെയെങ്കിലും കെട്ടിവെച്ച് അതിനടിയിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. They thought themselves lucky if they could find a sheet to hang up at the sides and wall them from peering eyes. അപ്പോൾ അവർ ഒരു ഷീറ്റെങ്ങാനും ഒന്ന് കിട്ടി, if they can keep the privacy of them with a sheet, a tin sheet, they think that it is a very good thing, very valuable thing. വിചാരിക്കുകയാണ് ഒരു ഷീറ്റെങ്കിലും കിട്ടിയൊന്നും മറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. Then they felt almost at home.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരൊരു വീട്ടിൽ താമസിക്കുന്നത് പോലെ അവർക്ക് തോന്നും. ദ മെൻ ഫൗണ്ട് വർക്ക് നോ മാറ്റർ. അപ്പോൾ ആണുങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ ജോലി സമീപ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അത്ര. വാട്ട് സോ ദാറ്റ് ഇൻ എനി കേസ് ദേ വെർ നോട്ട് റാക്ക്ഡ് വിത്ത് ഹങ്കർ ആൻഡ് ദെയർ ചിൽഡ്രൻ ഹാഡ് സംതിങ് ടു ഈറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ പട്ടിണിയില്ല, അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. ഓഫ് ഓൾ ഓഫ് ദം മിക്കാളി എലോൺ കുഡ് ഡു നത്തിങ്. അപ്പോൾ നമ്മുടെ കഥാപാത്രമായ മിക്കാളി എന്ന് പറഞ്ഞ പയ്യൻ, അവന് മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? നമുക്ക് നോക്കാം. ഹി എയ്റ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് വിച്ച് ഹിസ് നെയ്ബേഴ്സ് കെയർ ടു ഓഫർ. അപ്പോൾ നെയ്ബേഴ്സ് കൊടുക്കുന്ന ബ്രെഡാണ് അവന് ആശ്രയമായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14. അപ്പോൾ ഇവന് 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഹെൽത്തി ആൻഡ് റോബസ്റ്റ്, നല്ല ആരോഗ്യവാനാണ്, ദൃഢഗാത്രനാണ്. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് വെൻ ഹി ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക് ദ ബേർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബി. അപ്പോൾ ഇവൻ്റെ പുറകിൽ ഇവൻ്റെ കുഞ്ഞനിയനെ വഹിക്കുകയാണ്. സിൻസ് ഹിസ് ബർത്ത്, അതായത് ഇവൻ്റെ കുഞ്ഞനിയൻ ഉണ്ടായപ്പോൾ, വിച്ച് ഹാഡ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത്, അവൻ്റെ അമ്മ മരിച്ചുപോയി. ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലെയിമിങ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്. അപ്പോൾ ഇവൻ്റെ ഈ ഒരു പട്ടിണി കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് അവനിങ്ങനെ കരയുകയാണ്. വെയിൽഡ്, കരയുകയാണ്. ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്, രാവിലെ മുതൽ രാത്രി വരെ അവന് കണ്ണീരൊഴിഞ്ഞിട്ട് നേരമില്ല. ഹൂ വുഡ് ഹാവ് അക്സെപ്റ്റഡ് മിക്കാളിസ് സർവീസസ് when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night. അപ്പോൾ ഇവൻ്റെ തന്നെ വംശജരായിട്ടുള്ള അർമേനിയക്കാർ ഈ കുട്ടിക്ക് സഹായം കൊടുക്കുന്നതിന് തയ്യാറല്ല. അവർ തന്നെ ഇവനെ അടിച്ചോടിക്കുകയാണ്. അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഇവനെയും ഇവൻ്റെ കുട്ടിയെയും നോക്കാൻ സമയമില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ അടിച്ചോടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണ് ഇവനെ സഹായിക്കുക? Here you can see Mikali. On his back, his younger brother is there, famished one. Mikali himself was dazed by these cries. അപ്പോൾ ഇവൻ്റെ ഈ സഹോദരൻ ഇങ്ങനെ കരയുകയാണ്. അമ്മയുടെ മുലപ്പാല് കുടിക്കേണ്ട ഈ കുട്ടി പട്ടിണി കിടക്കുകയാണ്. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി. അവൻ്റെ തലയ്ക്കകത്തൊന്നുമില്ല. എന്താ? മിക്കാളി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, എന്താ ചെയ്യുക, ഒരു അറിയില്ല. 14 വയസ്സുകാരൻ്റെ ഒരു ദൈന്യതയാണ്. ഹി വാണ്ടേഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ. ആത്മാവ് നഷ്ടപ്പെട്ടവനെ പോലെ അവൻ ആ റെഫ്യൂജി ക്യാമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വീറിനെസ്. അപ്പോൾ ഇവന് രാത്രിയും പകലും ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ കുഞ്ഞനിയനെക്കുറിച്ചുള്ള ഓർത്ത് അവൻ്റെ വേദന ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട്, അവനെ ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണ്. വിത്ത് ഹിം ദ ഡെഫനിങ് ബർഡൻ ദാറ്റ് ഹാഡ് ബീൻ ബോൺ ഫോർ ഹിസ് മിസ്ഫോർച്യൂൺ. അവൻ്റെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് അവൻ ആകെ വിഷമിക്കുകയാണ്. അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ ഓർക്കുകയാണ്, അവന് ഈ വിഷമം ഉണ്ടാവുമായിരുന്നോ? ഇല്ല, അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, അവൻ്റെ അച്ഛനുമില്ല, അവൻ മാത്രം. And that had so badly chosen the moment to appear on this earth. ഈ ഭൂമിയിൽ ഇങ്ങനെ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് വരെ അവന് തോന്നുക. എവ്രിബഡി ലിസൺഡ് ടു ഇറ്റ് വിത്ത് ഇറിറ്റേഷൻ. എല്ലാവരും ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇറിറ്റേഷനോടുകൂടിയാണ് കേൾക്കുന്നത്. They had so many troubles of their own. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ വീടും നാടും കൂടും വസ്തുവകകളും എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലായ്മയിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടി അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് they all pitifully wished it would die. എല്ലാവരും ചിന്തിച്ചു, ഈ കുഞ്ഞു കുട്ടി, ഈ യങ്ങർ ബ്രദർ ഓഫ് മിക്കാളി should die. അവൻ മരിച്ചു പോകട്ടെ എന്ന് വരെ ചിന്തിച്ചു.
But that did not happen for the newborn child. പക്ഷേ ആ കുട്ടി മരിച്ചില്ല. Sought desperately to leave and cry louder his famished state. ഇവൻ്റെ ഈ ഒരു പട്ടിണി കിടക്കുന്ന അവസ്ഥയിലും അവൻ വീണ്ടും വീണ്ടും ഈ കുഞ്ഞ് കരയുകയാണ് ഒരിറ്റു പാലിന് വേണ്ടി. The distracted women stuffed their ears and Michali wandered about like a drunken man. നിങ്ങൾക്കറിയാം, ഉറങ്ങിയില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് ഉറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ കുടിച്ചുന്മത്തനെ പോലെയാകും. ഉന്മത്തനായിട്ട് ഇങ്ങനെ കുടിച്ചുന്മത്തനായി നടക്കുന്നത് പോലെയാകുള്ളൂ ഉറക്കാൻ പറ്റാതിരിക്കുമ്പോൾ. 14 വയസ്സുകാരൻ്റെ ദൈന്യതയിൽ അവൻ ഉറങ്ങാൻ പറ്റാതെ അവൻ ഇങ്ങനെ കുടിച്ചുന്മത്തനായി പോലെ അവൻ നടക്കുകയാണ് കുഞ്ഞനിയനെയും കൊണ്ട്. He hadn't a penny in his pocket to buy the infant milk, and not one woman in the cab was in a position to give it the breast. അപ്പം ഇവന് പണം പോലുമില്ല, ഒരു പെന്നി പോലും കയ്യിലില്ല, ഒരു തുട്ട് പോലുമില്ല അവന് ഈ പാല് മേടിച്ചു കൊടുക്കാൻ പുറത്തുനിന്ന്. എന്നാൽ ആ ക്യാമ്പിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അതുമില്ല, ആരും തയ്യാറാവുന്നില്ല. ഇനഫ് ടു ഡ്രൈവ് വൺ മാഡ്, ഒരാളെ ഭ്രാന്തനാക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം. നെക്സ്റ്റ് പേജ് നമ്പർ 45. One day unable to bear it further. അപ്പോൾ ഒരു ദിവസം ഇവന് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവൻ തീരുമാനിച്ചുറച്ചു. മിക്കാലി went to the other side of the place where Anatolians were. അപ്പോൾ ഇവൻ ഏതാണ്? അർമേനിയൻ വംശജനാണ്. അപ്പോൾ അർമേനിയക്കാർ ഇവനെ അടിച്ചോടിക്കുകയാണ്, ഇവനെ സ്വീകരിക്കുന്നില്ല, ഇവൻ്റെ സഹോദരനെ സ്വീകരിക്കുന്നില്ല, അവനോട് കരുണ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ എതിർ വംശജരായിട്ടുള്ളവർ താമസിക്കുന്ന അവരും ഇതുപോലെ റെഫ്യൂജീസാണ്, അങ്ങോട്ട് ഇവൻ പോവുകയാണ്. അനറ്റോളിയൻസ്. They also had fled from the Turkish massacres in Asia Minor. അപ്പോൾ ഏഷ്യ മൈനറിൽ തുർക്കി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെല്ലാം നിരാലംബരായിട്ട് മാറിയത്. അപ്പോൾ തുർക്കിയുടെ ഈ ആക്രമണം കാരണം അവരവിടെ നിന്ന് ഏഷ്യ മൈനറിലെ ഈ ആക്രമണം കാരണം വീടും കൂടും നഷ്ടപ്പെട്ട് നിരാലംബരായി എത്തിപ്പെട്ടിരിക്കുന്നവരാണ് ഈ അനാറ്റോളിയൻസും. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. Michali had been told that there was a nursing mother there who might take pity on his baby. അപ്പോൾ അവന് മനസ്സിലായി അവിടെ ഒരു അമ്മയുണ്ട്, അവിടെ ചെന്ന് ആ സ്ത്രീയോടൊന്ന് ചോദിച്ചാൽ അവളുടെ മുലപ്പാൽ കിട്ടിയാലോ. So there he went full of hope. അവൻ പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് പോയി. Their camp was like his, the same misery. അവനോട് ചെന്നപ്പോൾ അവന് മനസ്സിലായി, the same thing is there. They are also in the famished state. Everybody was in a stalemate state. What to do? They don't know. All the women were crouched on pallets on the ground. പാലറ്റ്സ് എന്ന് പറഞ്ഞാൽ മരത്തട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഓൾഡ് വുമൻ എല്ലാം ഒരു മരത്തട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. Barefooted children played about in pools of dirty water. അപ്പോൾ നഗ്നപാതരായ കുട്ടികൾ അവിടെ ചെളിവെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. As we approached, several old women rose to ask what he wanted. അപ്പോൾ ഇവൻ അങ്ങോട്ട് ചെന്നപ്പോൾ പ്രായമുള്ള സ്ത്രീകൾ എഴുന്നേറ്റ് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. But he walked on and stopped only at the opening of a tent. അപ്പോൾ ഇവനൊന്നും മിണ്ടിയില്ല. ഇവനറിയാം എവിടെയാണ് ആ അമ്മയുള്ളതെന്ന്. ആ അമ്മയുടെ അടുത്തേക്കാണ് അവൻ പോകുന്നത്. അവിടെ ചെന്ന് ആ ടെൻറ്റിൻ്റെ മുമ്പിൽ അവൻ നിന്നു. From the interior of the tent came the sound of a wailing infant. അപ്പോൾ ആ ടെൻറ്റിനകത്ത് നിന്ന് ഒരു കരച്ചിൽ, കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ കേട്ടു. അവന് ഭയങ്കര സന്തോഷമായി. He thought that the lady inside the tent gave her breast to his younger brother too. The problem solved, he thought like that. Whether the problem will be solved, just look at the next paragraph. Have pity on this poor orphan and give him a little milk. I'm a poor Armenian, he said in Greek. അവൻ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു, ഞാനൊരു അർമേനിയക്കാരനാണ്, പാവപ്പെട്ടവനാണ്, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഈ സഹോദരന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാമോ. At his appeal, a lovely dark woman appeared. അപ്പോൾ ഇവൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ ടെൻറ്റിനകത്ത് നിന്ന് ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു ഡാർക്ക് വുമൻ അപ്പിയേർഡ്. അവരിങ്ങനെ പുറത്തേക്ക് വന്നു.
ഷീ ഹെൽഡ് ഇൻ ഹർ ആംസ് ആൻ ഇൻഫാൻറ്റ്. അവളുടെ കരത്തിൽ ഒരു കുഞ്ഞുണ്ട്. ഷീ ഹെൽഡ് ഇൻ ഹർ ആംസ് ആൻ ഇൻഫാൻറ്റ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മെറ്റേണൽ ബ്രസ്റ്റ്. അപ്പോൾ കുഞ്ഞ് മെറ്റേണൽ ബ്രസ്റ്റ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഐസ് ഹാവ് ക്ലോസ്ഡ്. കുഞ്ഞിൻ്റെ കണ്ണ് പകുതി അടഞ്ഞിരിക്കുകയാണ്. So she held in her arms an infant blissfully sucking the maternal breast, its eyes half closed. Let us see the kid. Is it a boy or a girl? ആ അമ്മ പറയുകയാണ്, ഞാൻ ആ കുട്ടിയെ ഒന്ന് കാണട്ടെ, ഇതാണാണോ പെണ്ണാണോ? ഇപ്പോഴത്തെ മിക്കാലി വിൽ കിട്ടുമോ ആവുമോ അറിയില്ല, നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്കും ഒരു ഡിസ്കോഴ്സിലേക്കും നമുക്ക് കടന്നതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം പഠിക്കാം. So we are directly moving to the question answer section of maternity by Lilika Nakos. First question is, how did the Armenian refugees settle? Armenian refugees എവിടെയാണ്, അങ്ങനെയാണ് അവർ താമസിച്ചത്. Those who are rich were lived in the tents. പണമുള്ളവൻ ടെൻറ്റിൽ താമസിച്ചു. ആൻഡ് അതേഴ്സ് ഇൻ ദ ruined sheds. മറ്റുള്ളവർ തകർക്കപ്പെട്ട ഷെഡുകളിലാണ് താമസിച്ചത്. സെക്കൻഡ് വൺ, ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് ദ റെഫ്യൂജീസ് ഇൻ ദ ക്യാമ്പ്. ക്യാമ്പിലെ റെഫ്യൂജീസിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആൻസർ ഇസ്, ദോസ് മെൻ ഹു ഫൗണ്ട് എ സ്മോൾ ജോബ് ഗോട്ട് meager amount to fed his family. The rest lived under poverty. അപ്പോൾ ദോസ് മെൻ, ചെറിയ ജോലിയൊക്കെ കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്തു? അവർ അവരുടെ ചെറിയ തുച്ഛമായ ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റി, ബാക്കിയുള്ളവർ പട്ടിണി. തേർഡ് ക്വസ്റ്റ്യൻ, വൈ കുഡിൻ മിക്കാളി ഏൺ ഈവൻ എ പെന്നി? മിക്കാളിക്ക് എന്തുകൊണ്ടാണ് ഒരു പെന്നി പോലും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കാതിരുന്നത്? മിക്കാളി കുഡിൻ ഡു എനി വർക്ക് ഓൺ അക്കൗണ്ട് ഓഫ് ദ ന്യൂ ബോൺ ബേബ് ഹിസ് ഓൺ ബ്രദർ ദാറ്റ് ഹി ബോർ ഓൺ ഹിസ് ബാക്ക്. അവൻ്റെ പുറകിൽ അവനത് ആ സഹോദരനെ തൂക്കി എടുത്ത് നടക്കുകയാണ്. ഫോർത്ത് വൺ, വൈ വാസ് ഹി ചേസ്ഡ് അവേ ബൈ ഹിസ് ഫെലോ അർമീനിയൻസ്? എന്തുകൊണ്ടാണ് അവൻ്റെ തന്നെ വംശജരായിട്ടുള്ള അർമീനിയക്കാർ ഇവനെ ഓടിച്ചത്? ആൻസർ, ദ ഫെലോ അർമീനിയൻസ് വെയർ അണേബിൾ ടു ബിയർ ദ അൺഇൻറ്ററപ്റ്റഡ് ഹൗൾസ് ഓഫ് ദ ഇൻഫാൻറ്റ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടിട്ട് അവർക്ക് അസ്വസ്ഥപ്പെട്ടിട്ടാണ് അവരിവനെ ഓടിച്ചത്. വിച്ച് കെപ്റ്റ് ദം അവേക്ക് അറ്റ് നൈറ്റ്. രാത്രിയിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി. മിക്കാളി വാണ്ടഡ് ലൈക്ക് എ ലോ സോൾ, കമൻറ്റ് ഓൺ ദ കമ്പാരിസൺ. മിക്കാളി ഒരു നഷ്ടപ്പെട്ട ആത്മാവിനെ പോലെ ഇങ്ങനെ നടന്നു, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മിക്കാളി വാസ് ചേസ്ഡ് അവേ ബൈ ഓൾ ദ റെഫ്യൂജീസ്. അവിടെ ഉണ്ടായിരുന്ന അർമീനിയൻസ് മുഴുവൻ അവനെ ഓടിച്ചു, റെഫ്യൂജീസ് മുഴുവൻ ഓടിച്ചു. He could not do any job and earn anything, and he was dying from lack of sleep and weariness. അപ്പോൾ അവന് ഉറക്കമില്ല, അവനാകെ ക്ഷീണിച്ച അവശനായി. The usage he wandered about like a lost soul is a beautiful smile. The use he wandered about like a lost soul is a beautiful simile. അതായത് ഇതൊരു ഉപമയാണ്, നല്ല സുന്ദരമായ ഉപമയാണ്. യൂഷ്വലി പോയറ്റ്സ് യൂസ് സിമിലീസ്. പോയറ്റ്സ് ആണ് സിമിലീസ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഹിയർ വി സീ ദ പോയറ്റിക് ക്വാളിറ്റി ഓഫ് പ്രോസ് ഹിയർ. അപ്പോൾ പോയറ്റിക് ക്വാളിറ്റി പ്രോസിൽ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സിക്സ്ത് വൺ, വൈ ഡിഡ് ദ റെഫ്യൂജീസ് വിഷ് ദാറ്റ് ദ ചൈൽഡ് വുഡ് ഡൈ? എന്തുകൊണ്ടാണ് റെഫ്യൂജീസ് ആ ചൈൽഡ് മരിക്കണമെന്ന് ആഗ്രഹിച്ചത്? ആൻസർ, ദ റെഫ്യൂജീസ് കുഡ് നോട്ട് ബിയർ ദ അൺഇൻറ്ററപ്റ്റഡ് ഹൗൾസ് ഓഫ് ദ ന്യൂ ബോൺ ബേബി. അപ്പോൾ ഈ അതൊരു നിർത്തില്ലാത്ത അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഇടതടവില്ലാത്ത ഈ കുഞ്ഞിൻ്റെ ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് അവർ വിചാരിക്കുകയാണ് അതിൻ്റെ അമ്മയും ഇല്ലല്ലോ, അത് മരിച്ചു പോയിക്കോട്ടെ. They were irritated by very much and wished for the death of the child. ആ കുഞ്ഞിൻ്റെ മരണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. സെവൻത് വൺ, നോട്ടീസ് ഹൗ ദ വിമൻ ബിഹേവ്. എങ്ങനെയാണ് ആ സ്ത്രീകൾ പെരുമാറിയത്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദെയർ ആറ്റിറ്റ്യൂഡ്? അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നോട്ട് ഈവൻ വൺ വുമൻ ഇൻ ദ ക്യാമ്പ് വാസ് വില്ലിങ് ടു ഹെൽപ്പ് മിക്കാളി. ആ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പോലും ഇവനെ സഹായിക്കാൻ തയ്യാറായില്ല. ഓർ ടു ഗീവ് ദ ബേബി ബ്രസ്റ്റ് മിൽക്ക്. അവന് ഒരു മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായില്ല. റിയലി ദിസ് വാസ് വെരി ഷെയിംഫുൾ. വളരെ ദുഃഖകരമാണ്, നാണക്കേടുണ്ടാക്കുന്നതാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റെഫ്യൂജി പീപ്പിൾ. ഈ റെഫ്യൂജി ആയിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള നിലപാട് നമ്മൾ ദുഃഖകരമാണ്, മോശമാണ്. എയ്ത്ത് വൺ, വാട്ട് മെയ്ഡ് മിക്കാളി ഗോ ടു ദ ക്യാമ്പ് ഓഫ് ദ അനറ്റോളിയൻസ്? അനറ്റോളിയൻസിൻ്റെ ക്യാമ്പിൽ എന്തുകൊണ്ടാണ് മിക്കാളി പോയത്?
ആൻസർ, മിക്കാളി കുഡ് നോ ലോങ്ങർ ബിയർ ദ ക്രുവൽറ്റി ഓഫ് ഹിസ് ഫെലോ റെഫ്യൂജീസ്. അപ്പോൾ അവൻ്റെ സഹോദരന്മാരായ റെഫ്യൂജീസിൽ നിന്ന് തന്നെ അവൻ എന്ത് ചെയ്യുന്നില്ല, എന്നൊരു നീതി കിട്ടുന്നില്ല. അവനാകെ വിഷമിച്ച് അവശനായി. സോ ഹി വെൻ ടു ദ അതർ സൈഡ്. അതുകൊണ്ട് അവൻ മറ്റൊരു സൈഡിലേക്ക് പോവുകയാണ്. വേർ ദ അനറ്റോളിയൻസ് വെർ സ്റ്റേയിങ്. മറ്റൊരു വംശജരാണ്, അവരുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയാണ്. ഹി ന്യൂ ദാറ്റ് ദെയർ വാസ് എ നഴ്സിംഗ് മദർ. അവൻ മനസ്സിലാക്കി അവിടെ ഒരു മദർ ഉണ്ട്, ഒരു അമ്മയും കുഞ്ഞും ഉണ്ട്. അവിടെ അവൻ പ്രതീക്ഷിക്കുകയാണ് അവന് സഹായം കിട്ടുമെന്ന്. ആൻഡ് ഹി ഹോപ്ഡ് ദാറ്റ് ഷീ മൈ ടേക്ക് കെയർ ഓഫ് ദ ബേബ്. അവൻ്റെ സഹോദരനെ കൂടി ആ സ്ത്രീ പരിപാലിക്കും എന്നുള്ള ചിന്തയിലൂടെയാണ് അവൻ പോകുന്നത്. Ninth one, you look at in your textbook and it's a homework. You can do it by yourself. And don't forget to read the textbook twice or thrice. Here's a discourse, a diary. Mikkali was very much disappointed over the cruel behavior of his fellow refugees. He started writing a diary entry regarding his horrible experience. Please prepare that diary entry. അത് മിക്കാളി അവൻ്റെ ആ സഹോദരന്മാരായിട്ടുള്ള റെഫ്യൂജീസിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ വളരെ വിഷമിച്ച് അവസ്ഥനായി നിൽക്കുകയാണ്. അവൻ്റെ ആ ഒരു ദുഃഖമെല്ലാം കൂട്ടി അവനൊരു ഡയറി എഴുതുന്നു. ആ ഡയറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ എഴുതിയെടുക്കുന്നത് നല്ലതാണ്. സ്കിപ്പ് ചെയ്യുന്നവർ എഴുതുമോ എന്ന് എനിക്കറിയില്ല. വെദർ മിക്കാലി വിൽ ബി വിക്ടോറിയസ്, വെദർ മിക്കാലി's younger brother will get the breast milk from that dark lady, we don't know. Today's class I am winding up. We will continue our study in the next class, in the next lesson, the next day. And till then, thank you very much. Good luck and goodbye.